ഈ കാണുന്നതാണ് ദേവീദാസന്റെ മഠം. മൂകാംബിക മഠം എന്നാണ്. ശംഖുമുഖം ദേവീദാസൻ എന്ന് എഴുതിയിട്ടുണ്ട്. ജ്യോതിഷഭൂഷണം, ജ്യോതിഷ ശിരോമണി എന്നൊക്കെയാണ്. സ്വയം ഒരു പ്രഖ്യാപിത ജ്യോതിഷനായി മാറിയ ആൾ തന്നെയാണ് ദേവീദാസൻ എന്നുള്ളത് ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. കാരണം മുൻപ് ഒരു ജ്യോതിഷ പണ്ഡിതന്റെ അത്തരത്തിലുള്ള ഒരു പരിചയമോ ഒന്നുമില്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു ജ്യോതിഷനായി മാറുന്നു. നമുക്കറിയാം, ഏറ്റവും വരുമാനമുള്ളതാണല്ലോ മതവും വിശ്വാസവും ഒക്കെ ഏറ്റവും വരുമാനമുള്ള മാർഗങ്ങളായി മാറിയ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ പണ്ട് വെട്ടിലും കുത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് ഇവിടെ ഈ സ്ഥലത്ത് വരുന്നു, മുട്ടക്കച്ചവടമൊക്കെ നടത്തി ജീവിച്ച ഒരാളാണ് പെട്ടെന്നൊരു ദിവസം ഒരു ജ്യോതിഷ പണ്ഡിതനായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. അത്തരത്തിൽ ഒന്ന് ഓർത്തു നോക്കുക, ഇതാണ് ഈ ജ്യോതിഷ മഠം. ഇവിടെ ദൈവത്തിൻ്റെ കുറേ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പൂജയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളും ഒക്കെ തന്നെയുണ്ട്. ആ വീട്ടിലാണ് ദേവീദാസൻ താമസിക്കുന്നത്. ഇത്രത്തോളം ഒരു സ്ഥലത്ത് വന്ന് താമസിക്കണമെങ്കിൽ എന്തായാലും വാടക ഉൾപ്പെടെ നല്ല ഒരു തുക ഇതിനു വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വ്യക്തമാകുന്നത് ഈ താനൊരു ജ്യോതിഷിയാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല നീക്കങ്ങളും ഈ ദേവീദാസൻ നടത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമാണ് 33 ലക്ഷം രൂപയോളമാണ് ശ്രീതുവിൽ നിന്നും ഇയാൾ കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ, ഇവിടുത്തെ അയൽവാസികൾ തന്നെ പറയുന്നുണ്ട്, പൂജകൾക്കും മറ്റുമായി പലരും ഇവിടേക്ക് എത്താറുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഈ ദേവീദാസൻ്റെ പേരിൽ ഒരു അക്കൗണ്ടുമുണ്ട്, ഒരു ചാനലുണ്ട് ദേവീദാസന്. പൂജകളും മറ്റ് പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു ചാനലും ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആളുകൂടിയാണ് ഈ ദേവീദാസൻ. അതായത് തൻ്റെ ജ്യോതിഷ തൊഴിൽ അത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ ഈ ദേവീദാസൻ നടത്തിയിട്ടുണ്ട്. അന്ധവിശ്വാസത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൂജ ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നൊക്കെ വിശ്വസിപ്പിച്ച് തന്നെയാണ് വലിയ തുകകൾ ദേവീദാസൻ പലരിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ളത്. അവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരും പറയുന്നുണ്ട് പലരും വരാറുണ്ട് എന്ന്. രാത്രിയിലും പകലുമൊക്കെ ഒരുപാട് പൂജകളൊക്കെ നടക്കുന്നതാണ് ഇവിടം. ഇത് മാത്രമല്ല, കുറേ ബോർഡുകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആസ്ട്രോ റിസർച്ച് സെന്റർ, മൂകാംബിക ദേവി ആസ്ട്രോ റിസർച്ച് സെന്റർ എന്നൊക്കെ അങ്ങ് സ്വയം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, കുറച്ചെങ്കിലും അറിവുള്ളവരാണല്ലോ ഈ ജ്യോതിഷത്തിൽ. അതിൽ കൃത്യമായ പഠനങ്ങളുണ്ട്. ജ്യോതിഷ രത്നം എന്നുള്ള പദവിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ മേഖലയിലുമുണ്ട്. അങ്ങനെ വെറുതെ ഒരാൾക്ക് ഒരു ദിവസം അങ്ങ് ജ്യോതിഷിയായി പൊട്ടിമുളയ്ക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള പദവികൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ദേവീദാസന്റെ കാര്യത്തിൽ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഈ ദേവീദാസൻ തന്നെയാണ് ആ കുടുംബത്തെ അതായത് ദേവീദാസന്റെ ശിഷ്യന്മാരാണ് ഈ ശ്രീതുവും ഹരികുമാറും എന്നാണ് വിവരങ്ങൾ. ആത്മീയ ഗുരു എന്നാണ് ശ്രീതു പലപ്പോഴും ദേവീദാസനെ കുറിച്ച് അഭിസംബോധന ചെയ്തിട്ടുള്ളത് എന്നാണ് അവരുടെ ബന്ധുക്കളൊക്കെയും പറയുന്നത്. മാത്രമല്ല, ശ്രീതുവിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഈ ദേവീദാസൻ പോയിട്ടുമുണ്ട്. അതിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും കൂടിയുണ്ട്. കാരണം ഹരികുമാറിൻ്റെ മുറിക്കുള്ളിൽ തീപിടുത്തം ഉണ്ടായതിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായി, അതിൻ്റെ ഇതൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആദ്യം കട്ടിലിന് തീപിടിച്ചു എന്നായിരുന്നു പുറത്തേക്ക് വന്ന വിവരങ്ങൾ. എന്നാൽ കട്ടിലിനല്ല, തറയിൽ ഒരു ഭാഗത്ത് തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വിവരങ്ങൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും പൂജയോ മറ്റോ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ്. ഈ ദേവീദാസൻ ശ്രീതുവിനോടും ഹരിയോടും ഇളയ മകളെക്കുറിച്ച്
പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. അതായത് കടത്തിന് കാരണം ഈ ഇളയ മകളാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു എന്നും അത്തരത്തിലൊരു വലിയ അന്ധവിശ്വാസം ആ കുടുംബത്തിലേക്ക് ഇട്ടുകൊടുത്തത് ഈ ദേവിദാസൻ തന്നെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേവിദാസന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? തലേദിവസം അയാൾ അവിടെ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സമീപനം ദേവിദാസനിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ആ വീട്ടിൽ ആ ദിവസം അസ്വാഭാവികമായി എന്തെങ്കിലും ഒരു പൂജ നടന്നോ? ഇതെല്ലാം തന്നെ പുറത്തേക്ക് വരേണ്ടതാണ്. പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച ദേവിദാസൻ അത്ര നിസ്സാരക്കാരനായ ഒരാളല്ല എന്ന് തന്നെ വ്യക്തമാകുകയാണ്. വ്യക്തമായ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഈ ദേവിദാസനും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.